ടി ജി ഭരണഘടന അതുപറ്റി പാലിക്കപ്പെടണം, ഭരണഘടനാ വ്യവസ്ഥകളൊന്നും തൊടാൻ പാടില്ല എന്നാണ് പ്രതിപക്ഷം പൊതുവിൽ പറയുന്നത്. ഭരണഘടനയാണ് പറയുന്നത് 2026 സെൻസസ് അനുസരിച്ച് മണ്ഡല വിഭജനം നടത്തണമെന്ന്. പക്ഷേ അത് പറ്റത്തില്ല, 25 വർഷത്തേക്ക് തൊടാൻ പാടില്ല എന്ന് പറയുന്നു. ഇതെന്താണ് പ്രതിപക്ഷം ഇങ്ങനെ പറയുന്നത്? അല്ല, അത് സ്റ്റാലിൻ അഴിമതി ആരോപണത്തിലും പ്രശ്നത്തിലും ഒക്കെ പെട്ടിട്ട് ഭയങ്കര പ്രയാസത്തിലാണ്. പ്രത്യേകിച്ചും PTR നേരത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു, ഇപ്പോൾ IT മിനിസ്റ്റർ. അങ്ങേരാണ് ടാസ്മാക്കിൻ്റെ അഴിമതി പുറത്ത് വിട്ടത്. 30,000 കോടിയെങ്കിലും ഉണ്ടാകുന്നു. അതോടെ ധനമന്ത്രി വകുപ്പിൽ നിന്നും പുള്ളിയെ മാറ്റിയിട്ട് IT വകുപ്പിലേക്ക് മാറ്റി. അത് ആ കോൺട്രവേഴ്സി ഇപ്പോൾ സ്നോബോൾ ചെയ്തുകൊണ്ട് സ്റ്റാലിന് പിടിച്ചു നിൽക്കാൻ ഒരു മാർഗ്ഗമില്ല. തെരഞ്ഞെടുപ്പ് അടുത്തടുത്ത് വരും. അപ്പോൾ എന്തു ചെയ്യും? ഒരു വൈകാരിക ഇഷ്യൂ വേണം. അതുകൊണ്ട് പുള്ളി ഹിന്ദി കയറി പിടിച്ചു. ഹിന്ദി ക്ലച്ച് പിടിച്ചില്ല. ആദ്യം കയറി പിടിച്ചത് നീറ്റ് പരീക്ഷ. നീറ്റ് പരീക്ഷ ബോയ്ക്കോട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് തമിഴന്മാർ മൈൻഡ് ചെയ്തില്ല. അതങ്ങ് പോയി. പിന്നെ ഹിന്ദി കയറി പിടിച്ചു. അത് ഞാനെന്ന് പറഞ്ഞില്ലേ, അത് മുതലാവുന്ന ഇഷ്യൂ അല്ല. തമിഴന്മാർ ഈ തമിഴ്നാട്ടിലെ ജനങ്ങളെ നന്നാവാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു മെസ്സേജാണ് അതിൽ നിന്ന് പോയത്. പിന്നെ പുള്ളി കയറി പിടിച്ചതാണ് ഡീലിമിറ്റേഷൻ. ഈ ഡീലിമിറ്റേഷൻ 2031 നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. വാസ്തവത്തിൽ 1971 നമ്മൾ ഡീലിമിറ്റേഷൻ ഏറ്റവും അവസാനം ചെയ്തത്. ഓരോ 25 വർഷം കൂടുമ്പോഴും ഡീലിമിറ്റേഷൻ ചെയ്യണമെന്നാണ് ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നത്. ഡീലിമിറ്റേഷൻ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്ന ഒരു എക്സർസൈസ് അല്ല. ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്മീഷനെ ഫോം ചെയ്തിട്ട് ജനസംഖ്യ പ്ലസ് ടോപ്പോഗ്രഫി പ്ലസ് സോ മെനി ഫാക്ടേഴ്സ് ഉണ്ട്. സ്കൂളുകൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ നിലവാരം, അത് ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു കോൺസ്റ്റിറ്റ്യുവൻസി തീരുമാനിക്കുന്നത്. കേരളത്തിൽ എത്ര തവണ ഡീലിമിറ്റേഷൻ നടന്നു? സംസ്ഥാനത്തിനുള്ളിൽ മലപ്പുറം ജില്ല 4 സീറ്റ് കൂടി, പത്തനംതിട്ടയ്ക്ക് 1-2 കുറഞ്ഞു, ആലപ്പുഴയ്ക്ക് 1 കുറഞ്ഞു. അപ്പോഴൊന്നും ആർക്കും ഒരു ദണ്ണം ഉണ്ടായില്ല. ജനസംഖ്യ കാര്യമായി നിയന്ത്രിച്ച ജില്ലകൾക്ക് സീറ്റ് കുറഞ്ഞപ്പോൾ ജനസംഖ്യ അനിയന്ത്രിതമായി കൂടിയവർക്ക് സീറ്റും കൂടി. ലുക്ക്, അന്ന് ജനസംഖ്യയുടെ ബേസിസിൽ ഇത് ചെയ്തു. കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ഡീലിമിറ്റേഷനിൽ ജനസംഖ്യ മാത്രമല്ല ഘടകം, ജനസംഖ്യയും ഒരു ഘടകമാണ്. ഈ അന്ന് ചെയ്ത 71 ചെയ്ത ഡീലിമിറ്റേഷൻ തന്നെ അന്യായമായിരുന്നു എന്ന് തിരിച്ച് ഉത്തരേന്ത്യക്കാർക്ക് വാദിക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ഇവിടെ സാധാരണ ഒരു 12 ലക്ഷം, 13 ലക്ഷം, 14 ലക്ഷം വരെയുണ്ട് ഒരു ലോക്സഭാ മണ്ഡലം. UP-യിൽ 20ഉം 21ഉം ഒക്കെയാണ്. മധ്യപ്രദേശിൽ 20ഉം 21ഉം ഒക്കെയാണ്. രാജസ്ഥാനിൽ 7 ലക്ഷം മാത്രമുള്ള ഇതുണ്ട്. 7 ലക്ഷം ബാർമർ നിയോജകമണ്ഡലമാണെന്ന് തോന്നുന്നു. അത്രയും ആയപ്പോഴത്തേക്ക് കേരളത്തിൻ്റെ വലിപ്പമായി ആ നിയോജകമണ്ഡലത്തിന്. കേരളത്തിൻ്റെ വലിപ്പമുള്ള ഒറ്റ നിയോജകമണ്ഡലം രാജസ്ഥാൻ. ഇതുപോലെ ഒരുപാട് അനോമലീസ് നിലവിലുണ്ട്. ഉത്തരേന്ത്യക്കാർ അവരുടെ ഗ്രീവൻസിൻ്റെ കെട്ടഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ആർഗ്യുമെൻസിന് മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവരോട് ചെയ്ത അന്യായമാണെന്ന് അവർ സയൻറ്റിഫിക്കലി തെളിയിച്ചു തരും, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിനോട്. അപ്പോൾ ഇതൊന്നും അറിയാതെ സ്റ്റാലിൻ ഈ ഡീലിമിറ്റേഷനിലെ ഇത്രയും മുഖ്യമന്ത്രിമാരെ പുള്ളിക്ക് കിട്ടുള്ളൂ. വേറെ ഹിന്ദി നോക്കി ആരെയും കിട്ടിയില്ല. കാരണം മലയാളിയോട് ഹിന്ദി പഠിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. മാത്രമല്ല, ഹിന്ദിക്കാർ പറഞ്ഞു, അതേ ഈ തമിഴ് സിനിമ ഹിന്ദിയിൽ ഡബ് ചെയ്ത് ഇവിടെ ഇറക്കി കാശുണ്ടാക്കുന്ന പരിപാടിയുണ്ടല്ല, അതങ്ങോട്ട് നിർത്തിക്കോ. തമിഴ് സിനിമ കൊണ്ടുവന്ന് കളിച്ചു, കുഴപ്പമില്ല. ഡബ്ബിങ് പരിപാടി വേണ്ട. മ്യൂട്ടിപ്പോയി സ്റ്റാലിനും സിനിമാക്കാരുമായിട്ട് നല്ല അണ്ടർസ്റ്റാൻഡിങ് കാണില്ല. ഈ വിജയ് ജോസഫ് അവരിവരൊക്കെ കൂടെ ഞെട്ടിപ്പോയി. കാരണം ഇവർ കാശ് വരുന്നത് ഉത്തരേന്ത്യയിൽ നിന്നാണ്. ഹിന്ദിയിലേക്ക് ഡബ് ചെയ്തിട്ട് ഉത്തരേന്ത്യയിൽ നിന്നാണ് കാശ് വരുന്നത്. തമിഴ്നാട്ടിനേക്കാൾ എത്ര വലിയ ജനസംഖ്യയാണ് ഹിന്ദി പറയുന്ന ജനസംഖ്യ. ഇപ്പം മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമ നിങ്ങൾ ഹിന്ദിയിൽ ഡബ് ചെയ്തിട്ട് കാണിച്ച്
നിങ്ങളുടെ ഇപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനൊക്കെ പറയുന്നില്ല ഞങ്ങൾക്ക് നഷ്ടം വന്നു എന്നൊക്കെ പറഞ്ഞ്. സ്മാർട്ട് സിനിമ യു ഡബിറ്റ് ഇൻ ഹിന്ദി. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ആൾ കുറവാണെന്ന് സിനിമ കാണാൻ. ഇത്ര ആളല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ബോളിവുഡിലെ നായകന്മാർ വലിയ നായകന്മാരാകുന്നത്. അല്ലാതെ മമ്മൂട്ടിക്കൊപ്പം നിൽക്കുന്ന ഒരു അഭിനേതാവ് ഹിന്ദിയിൽ ആരാ ഉള്ളത് പറഞ്ഞു? അമിതാഭ് ബച്ചൻ പഴയ തലമുറയാണ്, മാറ്റി നിർത്തുക. ബാക്കി ആരാ? പക്ഷേ ഇവർ ഷൈൻ ചെയ്യുന്നത് ഈ ജനസംഖ്യ അത്രയധികം. നമ്മുടെ ഉണ്ണി മൂന്നിനെ വിജയിപ്പിച്ചു. മാർക്കോ സിനിമ ഹിന്ദിയിലും ഉണ്ടായിരുന്നു. ലോകത്തിൽ 4ാമത്തെ ഭാഷയാണ് ഹിന്ദി. 4ാമത്തെ ഭാഷ. ഏറ്റവും അധികം ആൾക്കാർ സംസാരിക്കുന്നു. എത്ര വ്യവസായങ്ങൾ, എന്തെല്ലാം. ഞാൻ ഹിന്ദി പഠിക്കില്ല. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ പിടിച്ചു നിൽക്കണ്ടേ, ഒരു മിനിമം ഹിന്ദി അറിയണ്ടേ. അപ്പോൾ അത് ക്ലച്ച് പിടിച്ചില്ല. ഇപ്പോൾ ഡീലിമിറ്റേഷൻ കയറി പിടിച്ചു കഴിഞ്ഞു. ഈ ഒരു യോഗത്തോടെ ഡീലിമിറ്റേഷൻ്റെ കഥ കഴിയും. ഇന്നലെ തേജസ്വി ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി അവർ പറയുന്നത്, അതിൻ്റെ ഒരു MP പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഇതിനെതിരാണ്, ഡീലിമിറ്റേഷൻ നടപ്പാക്കണം. കാരണം ഇപ്പം തന്നെ 18ഉം 28ഉം ലക്ഷം ജനങ്ങൾക്കാണ് ഒരു MP. ഞങ്ങളെങ്ങനെ ഇവരുടെ കാര്യം നോക്കും? അതെ, അവർ പറയുന്നത് ശരിയല്ലേ. കേരളത്തിൽ 14, ബീഹാറിൽ 28 ലക്ഷം. അതെന്ത് ന്യായമാണ്? വാസ്തവത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിന് അനർഹമായ MP സ്ഥാനങ്ങൾ കിട്ടുന്നു. ഇത് ഉത്തരേന്ത്യക്കാർ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു തരും. നമ്മളെ ലോജിക്ക് അവരോട് പറഞ്ഞാൽ മതി, ചേട്ടാ ജനസംഖ്യ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കിട്ടില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നില്ലേ, അത് ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണ്? പഴയ ഫോർമുല മതി, 71ലെ ഫോർമുല വെച്ച് തന്നെ ന്യായമായിട്ട് ഇപ്പോൾ വിഭജിക്കാൻ നിങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ ഫോർമുല ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ബട്ട് നിങ്ങളുടെ ഫോർമുല ത്രൂ ഔട്ട് ഇന്ത്യ നടപ്പിലാക്കണം. അല്ലാതെ ബീഹാറിനൊരു ഫോർമുല, കേരളത്തിന് വേറൊരു ഫോർമുല പറ്റില്ല. സോ ഇനീക്വാലിറ്റി, നേരത്തെ ഉണ്ടായിരുന്ന ഇനീക്വാലിറ്റി നിലനിർത്തണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നു ഇത് ഡീലിമിറ്റേഷനൊക്കെ വേണം, പക്ഷെ BJP ഇതെങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അത് അയാളുടെ ഒരു പേടിയാണ്. കാരണം നമ്മളുടെ ഈ വാർഡ് വിഭജനം ഉണ്ടല്ലോ, വാർഡ് വിഭജനം ഇപ്പോൾ ഈ പറയുന്ന പുണ്യന്മാരൊക്കെ വാർഡ് വിഭജനം നടത്തുന്നത് എങ്ങനെയാണ്? ഒരു സ്ഥലത്ത് BJPക്ക്, ഇപ്പോൾ കൊച്ചിയിൽ എനിക്കറിയാം BJP സ്ഥിരം ജയിക്കുന്നൊരു വാർഡുണ്ട്. മറ്റ് വാർഡുകളിൽ BJPക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഒരു വാർഡ് BJP വാർഡായിട്ട് കൊണ്ടുപോയി തിന്ന് എന്ന് പറഞ്ഞിട്ട് മറ്റ് BJPക്കാരെയും കൂടെ ആ വാർഡിനകത്തേക്ക് ആക്കി. BJP ജയിക്കുന്ന വാർഡിൽ നോൺ BJPക്കാരുണ്ട്, അവരെ ആ വാർഡിൽ നിന്ന് പുറത്താക്കിയിട്ട് അടുത്ത വാർഡിലേക്ക് നിർത്തി. അങ്ങനെ കുഷ്ഠരോഗിയുടെ വ്രണം പോലെ ഇങ്ങനെയാണ് കൊച്ചിയിലെ വാർഡുകൾ കിടക്കുന്നത്. ആർക്കും ഒരു വിഷമമില്ല, സങ്കടമില്ല. എൻ്റെ വാർഡിൽ ജോലിയൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ വാർഡ് കൗൺസിലർക്ക് തട്ടിക്കയറി. പുള്ളി പറഞ്ഞു, നിങ്ങളുടെ വാർഡിൻ്റെ അതിർത്തി നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു, അതെന്ത് വർത്താനം? എനിക്കറിഞ്ഞുകൂടാന്ന്, ഞാൻ വാർഡിൻ്റെ കൗൺസിലറാണ്. പക്ഷേ എൻ്റെ വാർഡ് എവിടെ തുടങ്ങുന്നു, ഏത് വീടൊക്കെ അതിനകത്തുനിന്ന് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതല്ലേ. എനിക്ക് 2 വീട്ടു നമ്പറുണ്ട്, അറിയാമോ? 2 വീട്ടു നമ്പറോ? അതായത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാൻ ഒരു സ്ഥലത്താണ് വോട്ട് ചെയ്യേണ്ടത്. സംസ്ഥാനം ലോക്സഭയൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ വേറൊരു സ്ഥലത്താണ്. അപ്പം ഞാൻ 7ാം വാർഡായിട്ട് മാറും. കോർപ്പറേഷനിൽ ഞാൻ 8ാം വാർഡായിട്ട് മാറും. ഇതാണ് കളി. ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതുകൊണ്ടാണ്. TG മോഹൻദാസ് കാലി കൊന്നാലും BJPക്ക് വോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, കോർപ്പറേഷനിൽ ഗതി പിടിക്കാത്ത വാർഡിലേക്ക് ഇയാളെ മാറ്റുക. നിയമസഭ വന്നു കഴിയുമ്പോൾ എങ്ങനെ പോയാലും BJP ജയിക്കാൻ പോകണില്ല, മട്ടാഞ്ചേരി എവിടെയായാലും അത് കോമൺ പൂളിലേക്ക് അങ്ങ് മാറ്റും. ഞാൻ പലതവണ കോർപ്പറേഷൻ അധികാരികളോടും കൗൺസിലർമാരോടും ഒക്കെ പറഞ്ഞു, എനിക്ക് മരിക്കാൻ ഒരു മേൽവിലാസം വേണം. അത് 7ാം വാർഡാണോ 8ാം വാർഡാണോ ഏത് വാർഡായാലും എനിക്ക് വിരോധമില്ല, ഒരു ഉറപ്പ് വേണം. ഇവിടെ കിടന്നാണ് ഈ കളവൻ തട്ടിപ്പോയത് എന്ന് പറഞ്ഞൊരു ഡെത്ത് സർട്ടിഫിക്കറ്റ് എഴുതണ്ടേ. ഈ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോയി. ഈ കള്ളത്തരം മുഴുവൻ കാണിക്കുന്നവനാണ് ഡീലിമിറ്റേഷൻ ഭരണഘടന എന്നൊക്കെ പറയുന്നത്. ചുമ്മാ തട്ടി.
ഈ യോഗത്തോടെ കഴിഞ്ഞു ഡീലിമിറ്റേഷൻ്റെ കഥ. അടുത്തൊരു സാധനമായിട്ട് സ്റ്റാലിൻ വരും. സ്റ്റാലിന് അടുത്ത സാധനമായിട്ട് വരാൻ പറ്റില്ല. കടിച്ച് കീറുകയല്ലേ അണ്ണാമലൈ. ഇത് വലിയ പ്രശ്നമാണ് അണ്ണാമലയെ നേരിടാൻ. ഇപ്പം സ്റ്റാലിൻ എപ്പോഴും അറ്റാക്ക് ചെയ്യുന്നത് അണ്ണാമലയും ത്രൂ BJPയുമാണ്. എന്താ AIDMK അല്ലേ പുള്ളിയുടെ മുഖ്യ ശത്രു? ഒന്നും മിണ്ടുന്നില്ല. അവർ പേടിച്ച് അവരുടെ പേടി മുഴുവൻ അണ്ണാമലയെയാണ്. അണ്ണാമലൈ ഈ മോഹൻലാൽ നരസിംഹം പോലെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നില്ലേ, അതുപോലെ ഒരു ദിവസം പൊങ്ങി വരും എന്ന് അവർക്ക് ഉറപ്പാണ്. അതിൻ്റെ തത്രപ്പാടാണ് ഈ കാണിക്കുന്നത്. അതിന് എല്ലാവരും ഓടിവായോ, ആരും വരുന്നില്ല, ഹിന്ദി ആരും വരുന്നില്ല, നീറ്റ് ആരും വരുന്നില്ല, ഡീലിമിറ്റേഷൻ അന്നാ പോയേക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മൂപ്പരും അവിടെ പോയി. പുള്ളി ഒരു ഇംഗ്ലീഷ് പ്രസംഗം നടത്തി കേട്ടോ. നോക്കി വായിച്ചതാണ്, പക്ഷേ സ്റ്റൈലായിട്ട് വായിച്ചു. മാനം കാത്തു നമ്മുടെ. അത് ശരി. എന്തായാലും ഞാൻ കണ്ടില്ല. അതൊക്കെ കാണണം അല്ലേ? എന്താ വിചാരിച്ചത്? ഈ എന്താ മറ്റേ തിരുവാതിര പാട്ടുണ്ടായിരുന്നു, ഈ കാണുന്ന കേരളത്തിൽ, ഈ കാണുന്ന കേരളത്തെ ഈ പരുവത്തിലെത്തിച്ച അങ്ങനെ പുള്ളി ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് നമ്മളെ. അതെന്തായാലും ഞാനൊന്ന് കണ്ടിട്ടേ ഉള്ളൂ. ഏതെങ്കിലും ഞാൻ ചാനലിലാണ് കണ്ടതല്ല, വേറെ യൂട്യൂബിലുണ്ടാവും. സ്പെഷ്യൽ ഇതൊന്നും കണ്ടതല്ല. യൂട്യൂബിൽ കാണാൻ പറ്റും. ഏതായാലും കാണാം. നല്ല പ്രസംഗമൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. കാരണം ഈ ഒറ്റ മീറ്റിങ്ങേ ഉണ്ടാവുള്ളൂ എന്ന് പിണറായിക്കും അറിയാം. അപ്പുറത്തേക്ക് ഈ ഇഷ്യൂ പോവില്ല. കാരണം ആരോ സിനിമയിൽ പറയുന്നത്, നീ ആൺപിള്ളേരുടെ കൈക്ക് വീഴുമെന്ന് വിചാരിച്ചില്ല അല്ലേ എന്ന് ചോദിച്ച പോലെ ഈ പറഞ്ഞ ആൺപിള്ളേരുടെ കൈക്ക് വീഴും. അതിൽ ഈ യാദവന്മാരും ഒക്കെ ഉണ്ടാവും. ഏത് ലാലു പ്രസാദ് യാദവ്, മറ്റേ അഖിലേഷ് യാദവ്, മമതാ ബാനർജി പങ്കെടുത്തില്ല, പക്ഷെ ഒരു കത്ത് കൊടുത്തയച്ചു. ഞാനുണ്ട് കേട്ടോ, ഞാൻ വരുന്നില്ലെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അവരും പ്രശ്നത്തിലാണ്, അവർക്കും ഉണ്ട് ഈ പ്രശ്നം. അവർ പിന്നെ ഈ ഉത്തർ ദക്ഷിൺ ഈ ഡിവൈഡ് ആർക്കും മനസ്സിൽ ഇഷ്ടമില്ല. ഇഷ്ടമുള്ള രണ്ട് പേരേ ഉള്ളൂ, സ്റ്റാലിനും ഇങ്ങേരും പിണറായി വിജയനും. അതിൽ തന്നെ സ്റ്റാലിന് ആത്മാർത്ഥതയില്ല, പിണറായി വിജയന് ആത്മാർത്ഥതയുണ്ട്. ഇപ്പോൾ CPMകാർക്ക് ഈ കേരളം ഒരു പ്രത്യേക രാജ്യമായിട്ട് കിട്ടിയാൽ ഇതിനെ ഗൾഫിൻ്റെ ഒരു എമിറേറ്റ്സ് ആക്കി മാറ്റിയിട്ട് അവൻ്റെ കാശുകൊണ്ട് നമുക്കിവിടെ സൂഹിക്കാമെന്ന്. അവൻ ജന്മം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എടുക്കാൻ പോണില്ല, അത് വേറെ കാര്യം. അവർ വേറെ ഒരു എമിറേറ്റ്സിന് ഇവിടുത്തെ മുസ്ലിമിനെ മുസ്ലിമായിട്ട് അവർ കൂട്ടിയിട്ടില്ല ഇതുവരെ. എന്നിട്ടല്ലേ മൊത്തം കേരളം ഇടയ്ക്ക് പറയുന്നുണ്ട്. അത് വെറുതെ ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയുന്നൊരു കാര്യമല്ലേ, കേരളം UAEയുടെ എമിറേറ്റ്സ് ആയിട്ട് മാറ്റണം. അങ്ങനെ ഫ്ലക്സ് വെച്ചതാണ് നമ്മുടെ 2018 പ്രളയത്തിൻ്റെ സമയത്ത് 700 കോടി കിട്ടും. 700 കോടി കിട്ടും ഒരു ഷെയ്ഖ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ യൂസഫ് അലിയുടെ യൂസഫ് അലിയാണെന്ന് അന്വേഷിച്ചത്. യൂസഫ് അലി വാ തുറന്നില്ല. യൂസഫ് അലി പറഞ്ഞു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ യൂസഫ് അലിയോട് ചോദിച്ചപ്പോൾ യൂസഫ് അലി അക്ഷരം മിണ്ടിയില്ല. ഞാൻ പറഞ്ഞില്ല എന്ന് യൂസഫ് അലി പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന് തട്ട് കിട്ടുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കുഴപ്പം സംഭവിക്കും, വേറെ തട്ട് കിട്ടും. ആ മനുഷ്യൻ പടച്ചോനെ വിചാരിച്ചൊരു അക്ഷരം മിണ്ടാതെ ഇങ്ങനെ ഇരുന്നു. ആ പ്രളയം തീരുന്നവരെ യൂസഫ് അലി അനങ്ങിയില്ല. അതുകൊണ്ട് കേരളം രക്ഷപ്പെട്ടു. ആ സമയത്ത് കേരളത്തെ വേർപെടുത്തി അവരുടെയും ഇങ്ങനെ ഒരു സൈഡ് ഉണ്ടല്ലോ, ഇതിങ്ങനെ വേർപെട്ട് അവിടെ പോകുന്നതായിട്ട് ഫ്ലക്സൊക്കെ ഇറങ്ങിയിരുന്നു. ഇപ്പോഴും ആ കട്ടിങ് സൗത്ത് മൊത്തം കട്ട് ചെയ്യാനായിട്ട് പരിപാടി നടക്കുന്നില്ലേ. അത് പിന്നെ ഞാൻ പറയുന്നത് സാങ്കല്പികമാണ്. ദേ ഹാവ് എ പ്രോഗ്രാം, സൗത്ത് ഇന്ത്യ വേറെ ആക്കി എടുക്കുക. അതൊക്കെ ഈ ഡീലിമിറ്റേഷൻ്റെ ഉള്ളിൽ ഉള്ള ആഗ്രഹങ്ങളാണ്. മറ്റേ ഇങ്ങനെ പെരിയാറിൻ്റെ കാലം മുതലുള്ള ആഗ്രഹമാണ്, ദ്രാവിഡ നാട് എന്നൊക്കെ പറഞ്ഞിട്ട്. DMKയുടെ ഭരണഘടനയിലെ മറ്റും അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതൊക്കെ ഉണ്ട്. ആ ബ്രിട്ടീഷുകാരോട് പോകരുതെന്ന് പറഞ്ഞിട്ട് പെരിയാർ കത്തയച്ചതല്ലേ, അതൊക്കെ ചെയ്തതാണ് പെരിയാർ. ഏതായാലും തമിഴ്നാട്ടിൽ ഇങ്ങനെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഓരോ നാടകങ്ങളുണ്ടാവും, പിണറായി കൂട്ടിനും ഉണ്ടാവും. അത് ഈ അഴിമതി മറയ്ക്കാനായിട്ട് ഓരോ ഇഷ്യൂ കൊണ്ടുവരുന്നതാണ്. ഒരു ഇമോട്ടീവ് ഇഷ്യൂ വേണം തെരഞ്ഞെടുപ്പിൽ, അതല്ലാതെ സ്റ്റാലിന് രക്ഷയില്ല. കാരണം പുള്ളി ഓരോന്നായിട്ട് നടത്തുക, എടുത്ത് വീശി നോക്കുകയാണ്. ഇപ്പോൾ നരേന്ദ്രമോദി കാശി തമിഴ് സംഗമം നടത്തി വാരാണസി. ആരുടെയാണ് ഉറക്കം നഷ്ടപ്പെട്ടത്? സ്റ്റാലിൻ്റെയാണ്. നരേന്ദ്രമോദി ഇവിടെ രാമേശ്വരത്ത് വന്നു, കടലിലൊന്ന് കുളിച്ചു.
ആ 28 തീർത്ഥങ്ങളിൽ സ്വന്തം കൈകൊണ്ട് ബക്കറ്റിൽ വെള്ളം ഒഴിച്ച് കുളിച്ചു. അതിൻ്റെ സ്ലോ മോഷനിൽ റീല് വന്നു. ഉറക്കം നഷ്ടപ്പെടുന്ന ആരുടെയാണ്? സ്റ്റാലിന്. മാത്രമല്ല, മോദി രാമനാഥപുരത്ത് മത്സരിക്കണം എന്ന് പറഞ്ഞിട്ട് വലിയ പ്രഷറായിരുന്നു. കാരണം ഒരു സമ്മതിച്ചില്ലെന്നേ ഉള്ളൂ. അത്രയധികം തമിഴ്നാട്ടിലേക്ക് പെനട്രേറ്റ് ചെയ്യുന്നു. ഭാഷ ഒരു വിഷയമല്ല. ഇപ്പോൾ AI കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഭാഷ പ്രശ്നമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തമിഴിൽ സംസാരിച്ചു കഴിഞ്ഞാൽ സുനിലിന് ഇംഗ്ലീഷിൽ കേൾക്കാൻ പറ്റും. ഇൻസ്റ്റൻറ്റേനിയസ് തർജ്ജമ ത്രൂ AI. ഈ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ അവസാന പിടച്ചിലാണ് ഇപ്പോൾ കാണുന്നത്. അപഹാസ്യവും കൂടെയാണ്. സ്റ്റാലിൻ്റെ ഒരു MLA റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് റെയിൽവേ ബോർഡിൽ ഹിന്ദി എഴുതുമല്ല, തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി. ഇയാളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് തമിഴ് അറിയാം, ഇംഗ്ലീഷും അറിയില്ല, ഹിന്ദി അറിയില്ല. ഇതിലേതാ ഹിന്ദി മാത്രം വേണം വായിക്കാൻ. ഇത് ഹിന്ദി ഏതാണെന്നറിയില്ല. കൂടെയുള്ളവരോട് ചോദിച്ചു, ഏതാണ് ഇതിൽ ഹിന്ദി? അവർക്കും അറിയില്ല. നാരിയൽ എന്ന് പറഞ്ഞ് ഇയാളുടെ ഒരു തമാശയില്ല ഇന്നസെൻറ്റിൻ്റെ. നാരിയലിൻ്റെ അർത്ഥമുള്ള വിദ്യാഭ്യാസമുള്ള ആരും ഇല്ലടാ ഇവിടെ എന്നൊക്കെ മാമക്കോയ ചോദിക്കും. നാരിയൽ എന്താണെന്ന് ആർക്കും പറഞ്ഞു? നാരി എന്നാണോ അർത്ഥം? ഇതുപോലെ ചെയ്തിട്ട് അവസാനം അവർ തീരുമാനിച്ചു, ഇതാണ് ഹിന്ദി എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് വായിച്ചിട്ട് ഇതിൻ്റെ വീഡിയോ അല്ല, ഈ കൺഫ്യൂഷൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അണ്ണാമലൈ പുറത്തു വിട്ടു. ആകെ വഴി നടക്കാൻ മേലാതെയായി. അതാണ് ഈ തമിഴ് മാത്രം പഠിച്ചാലുള്ള ഗുണം. ഇതാണ് ഹിന്ദിയും ഇംഗ്ലീഷും തമ്മിൽ തിരിച്ചറിയാൻ കഴിയും. ഹിന്ദി കണ്ടാൽ ഹിന്ദിയാണെന്നെങ്കിലും മനസ്സിലാവണ്ടേ? അതുമില്ല, ഇംഗ്ലീഷ് വായിച്ചിട്ട് പോയി. ഏതായാലും തമിഴ്നാട്ടിലെ ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ ഇനിയിപ്പോൾ കൂടാനേ സാധ്യതയുള്ളൂ. ഇലക്ഷൻ വരുമല്ലേ. പക്ഷേ അപ്പുറത്ത് അണ്ണാമല നിൽപ്പുണ്ട്. അണ്ണാമലയാണ് ഉറക്കം കെടുക്കുന്നത്. ഇനി അവർക്ക് ഇപ്പോൾ ഡീലിമിറ്റേഷൻ കഴിയും. ഇനി ഏത് ഇഷ്യൂ ഏറ്റെടുക്കുമെന്ന് എനിക്കറിയില്ല. വലിയ പ്രയാസമാണ്. കാരണം ടാസ്മാക്കിലെ അഴിമതി കുടുങ്ങുന്ന അഴിമതിയാണത്. അതിൻ്റെ ഒരു തുടക്കമാണ് ആ ഒരു മന്ത്രിയെ പിടിച്ചോണ്ടൊക്കെ പോയില്ലേ, പിന്നീട് ജാമ്യം കിട്ടി, അയാൾക്ക് ഹാർട്ട് അറ്റാക്കാണ്. EPS ഇപ്പോൾ ബാലാജി EPS ഇപ്പോൾ പറയുന്നുണ്ട്, BJP ആയിട്ടുള്ള ബന്ധം ഞങ്ങൾ പുനരാലോചിക്കുമെന്ന് പറയുന്നുമുണ്ട്. അവർ പുനരാലോചിച്ചപ്പോൾ അണ്ണാമലയെ അതിന് സമ്മതിക്കില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അമിത്ഷായും മോദിയും AIADMKയായിട്ട് കൂട്ടുകൂടാൻ റെഡിയായിരുന്നു. അത് മതി മോനെ, നമുക്ക് നീ വെറുതെ വഴിയാധാരമായി പോകും. അയാൾ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ചിലപ്പോൾ വഴിയാധാരമാകും, അടുത്ത ഒരു തെരഞ്ഞെടുപ്പും കൂടെ നിങ്ങളെനിക്ക് വിട്ടുതരണം. അതിനടുത്ത തെരഞ്ഞെടുപ്പിൽ BJP തമിഴ്നാട്ടിൽ അധികാരത്തിൽ വന്നിരിക്കും. അങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഈ രണ്ടുപേരെ, ഇവരാണല്ലോ ടോപ്പ് ക്ലാസ് ഇത് പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുന്നത്, അങ്ങനെ സമ്മതിപ്പിച്ചിട്ടാണ് AIADMKയുള്ള കൂട്ടുകെട്ട് വേണ്ട എന്ന് ഇയാൾ തീരുമാനിച്ചത്. അണ്ണാമലൈ അയാൾ പറഞ്ഞു, അവരുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ നമ്മൾ അവരെ പോലെ ആകും, അല്ലാതെ അവർ മാറാനൊന്നും പോകുന്നൊന്നുമില്ല. ഏതായാലും നമുക്ക് തമിഴ്നാട്ടിലെ ലോങ് ടേം സ്ട്രാറ്റജിയാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ദീർഘകാല പദ്ധതിയാണ് അണ്ണാമലയ്ക്ക്. ദീർഘകാല പദ്ധതി ചെയ്തേ പറ്റുള്ളൂ. കാരണം ഈ ദ്രാവിഡൻ പാർട്ടികളുടെ തെമ്മാടിത്തരം വളരെ അടിത്തട്ടിൽ വരെ പോയിരിക്കുന്നു. വർഷം എത്രയായി അവരവിടെ ഭരണത്തിലിരിക്കുന്നു, മാറി മാറി. DMK ADMK 1964 മറ്റോ കോൺഗ്രസ്സിന് അധികാരം നഷ്ടപ്പെട്ടതാണ്. പിന്നെ തമിഴ്നാട് കോൺഗ്രസ്സിന് കിട്ടിയിട്ടില്ല, വേറെ ഒരു പാർട്ടിക്കും കിട്ടിയിട്ടില്ല. ഏതായാലും അതിൻ്റെ റിസൾട്ട് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് മുന്നിൽ കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.